കേസിന്റെ അന്വേഷണം എവിടെയാണ്? ഹരിമോഹൻ, ഇപ്പോൾ കോട്ടയത്ത് തമ്പാനൂർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. NM എന്ന ചുരുക്കപ്പേരിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരെഴുതിയിരിക്കുന്നത്. NM ആരാണെന്ന് തിരിച്ചറിയാനാകുന്നുണ്ടോ? RSS ഇപ്പോൾ സംസ്ഥാനത്ത് RSS ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹരിമോഹൻ. സ്മൃതി, തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ അനന്തുവജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് മുതൽക്ക് അന്വേഷണം ആരംഭിച്ചതുമാണ്. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. പിന്നീടാണ് ഈ മരണശേഷം പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ കുറിപ്പ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നത്. ആ ഷെഡ്യൂൾ ചെയ്തു വെച്ച ആ കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയായതോടു കൂടിയിട്ടാണ് പോലീസ് അതിൽ ഒരു വിശദമായ അന്വേഷണത്തിന് മുതിർന്നത്. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ അനന്തുവജി സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 4-ാമത്തെ വയസ്സ് മുതൽ തനിക്ക് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇരയായിട്ടുണ്ട്. അതിനെ തുടർന്ന് താൻ ഡിപ്രഷനിലായി, വിഷാദ രോഗത്തിനടിമയായി, അതിന് ചികിത്സ തേടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ NM എന്ന് പറയുന്ന ഒരു സജീവ RSS പ്രവർത്തകനാണ് ഇത്തരത്തിൽ പീഡനത്തിന് അനന്തുവജിയെ ഇരയാക്കിയത് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NM എന്നുള്ള പേര് തന്നെ ചുമത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പേര് തന്നെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ NM-നെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ഒരു സജീവ RSS പ്രവർത്തകരാണ്. ആ പേരിന്റെ ചുരുക്ക നാമം മാത്രമാണ് ഈ NM എന്ന് പറയുന്നത്. അയാൾ ഇപ്പോൾ നിലവിൽ കേരളത്തിലില്ല, പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ഇതിലിപ്പോൾ RSS അടക്കം ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം വലിയ തോതിൽ ഇതിൽ ആദ്യം ഡിവൈഎഫ്ഐയും പിന്നീട് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിലും ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് RSSന്റെ കോട്ടയം വിഭാഗം ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് RSSന്റെ കോട്ടയം വിഭാഗം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് തന്നെ ഈ സജീവ RSS പ്രവർത്തകനായ ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ NM എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായി തള്ളുകയാണ് RSS ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ നിലവിൽ കേരളത്തിന് പുറത്തുള്ള വ്യക്തിയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ അടക്കം ഇയാൾ പറയുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇയാളും ഈ അനന്തുവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അത് റിട്രീവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്ന സമയത്തും ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതടക്കമുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ RSS ക്യാമ്പിൽ വെച്ച് ഇത്തരത്തിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് അനന്തുവജി ഇരയായി എന്നത്, അല്ലെങ്കിൽ പരാതിയിൽ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിസ്ഥാനത്തേക്ക് ഈ NM എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. എന്തായാലും ഈ സമീപകാലത്ത് വരെ വളരെ സജീവമായി RSS പ്രവർത്തനം നടത്തിയിരുന്ന ആൾ കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ഇയാളുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം മുതൽ കേരളത്തിന് വെളിയിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. പ്രത്യേകിച്ച് ആ കുറിപ്പിൽ പറയുന്നത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും അതിലേക്ക് ഉടനടി തന്നെ നീങ്ങാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ എഴുതി തള്ളിയ ഒരു കേസ് കൂടിയാണിത്. പിന്നീട് അത് വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു. ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് അതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം, RSS ശാഖകളിലും ക്യാമ്പുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ നേരിടേണ്ടി വരുന്നവരാണ് അതിൽ പോകുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ ഡിവൈഎഫ്ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നു. അതിനുശേഷം പരാതിയുടെ രൂപത്തിൽ തന്നെ അത് പോകുന്നു. അതിനൊടുവിൽ ഇന്നലെ ഒക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അതിൽ പോസ്റ്റ് ചെയ്യുന്നതോടു കൂടിയിട്ടാണ് ഈ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്ന BNS 108-ാം വകുപ്പ് ചേർത്തുകൊണ്ട് തമ്പാനൂർ പോലീസ് തന്നെ ഈ NM എന്ന് പറയുന്ന വ്യക്തിയെ പ്രതി ചേർത്തിട്ടുള്ളത്. ഈ പ്രതി ചേർത്തിട്ടുള്ള ആൾ, ഈ NM എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ബാക്കി നടപടികൾ. ഒപ്പം തന്നെ ഈ വിഷാദ രോഗത്തിന് അടിപ്പെട്ടിരുന്നു എന്നുള്ള അനന്തുവജിയുടെ കുറിപ്പിലെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ മെഡിക്കൽ രേഖകളടക്കം ശേഖരിക്കാനാണ് പോലീസ് നീങ്ങുന്നത്. അത് ഏത് കാലം മുതലാണ് ഇയാൾ ചികിത്സ തേടി തുടങ്ങിയത്, ആ ചികിത്സക്കിടയിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ രേഖകളിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ എന്തായാലും അന്വേഷിക്കുന്നത്. അത് ഉടൻ തന്നെ എത്രയും വേഗത്തിൽ ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ബാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഡൽഹിയിൽ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനടക്കം അറസ്റ്റിലായിരിക്കുന്നു. അനന്തുവജിയുടെ ആത്മഹത്യ ദേശീയ തലത്തിൽ തന്നെ പ്രതിഷേധ വിഷയമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് കാണുന്നത്.